നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശിക പത്രിക പിൻവലിക്കാനുള്ള സമയമെല്ലാം കഴിഞ്ഞതോടെ സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളും അവരെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും മത്സര രംഗത്ത് സജീവ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു തുടങ്ങി. അവിടെ പ്രധാനമായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ പ്രതിനിധി സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തും CPIM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജും BJP നേതൃത്വം കൊടുക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരരംഗത്ത് സജീവമായി നിൽക്കുന്ന ശ്രീ PV മുൻ നിലമ്പൂർ MLA കൂടിയായ ശ്രീ PV അൻവർ, ഇവർ 4 പേരുമാണ് ഇപ്പോൾ സജീവമായി പ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരുമാണ് പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞുകൊണ്ട് ആവാനാണ് സാധ്യത കൂടുതൽ. അവിടെ ഒരു വർഗീയ ചേരിത്തിരിവ് വന്നിരിക്കുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിനകത്തെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചേരിത്തിരിവ്. അവിടെ ജനസംഖ്യയിൽ 80% ഹൈന്ദവരും മുസ്ലിങ്ങളുമാണ്. 80% മുസ്ലിങ്ങളും 80% ഹൈന്ദവരുമാണ് വോട്ടർമാർ. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ 30% വോട്ടർമാർ ക്രൈസ്തവ മതവിശ്വാസികളാണ്. ഇത് രണ്ടിലും പെടാത്ത പിന്നോക്ക വിഭാഗക്കാര്, ദളിത് വിഭാഗക്കാര്, അതുപോലുള്ള ചെറിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം കൂടി ചേർന്ന് 20% വരും. അത് ആ നിലയിലേക്ക് അവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിം വോട്ടർമാരെ വീടുകൾ കയറിറങ്ങി വോട്ടഭ്യർത്ഥിക്കുന്നതിൽ അവര് മുസ്ലിം തലയെടുപ്പുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന മുസ്ലിം നേതാക്കളെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നേതാക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹൈന്ദവ കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഹൈന്ദവ വിഭാഗത്തിലെ തലമുതിർന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആൾക്കാരെ അവിടെ ഉപയോഗിക്കുന്നു. അതുതന്നെയാണ് ക്രൈസ്തവരും ചെയ്യുന്നത്. ക്രൈസ്തവ കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ, ക്രൈസ്തവ വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ ക്രൈസ്തവ വിഭാഗത്തിലെ തലയെടുപ്പുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്നവരെ മുൻനിർത്തി അവിടെ വോട്ടഭ്യർത്ഥിക്കുന്നു. മറ്റ് പിന്നോക്ക വിഭാഗങ്ങളായ 20% പേരിൽ അതാത് വിഭാഗക്കാരുടെ കുടുംബങ്ങളിൽ വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ മുന്നിൽ നിർത്തുന്നു. ഇങ്ങനെ ഒരു ചേരിത്തിരിവ് എങ്ങനെയോ നിലമ്പൂർ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് യാദൃച്ഛികമായി വന്നതാണെന്ന് പറയാൻ നിവർത്തിയില്ല. വളരെ ബോധപൂർവവും ബുദ്ധിപൂർവവും ആയി ചിന്തിച്ചതിന്റെ ഫലമായിട്ടായിരിക്കാം ഈ ഒരു വർഗീയ വേർതിരിവ് അവിടെ ഉണ്ടാക്കിയെടുത്തത്. ഇത് ജനാധിപത്യത്തിന് വളരെ അപകടമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അത് ചെയ്തെന്ന് എടുത്തു പറയുന്നില്ല എങ്കിൽ തന്നെയും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അത് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിന് അത് അപകടകരമാണ്. 5 വോട്ട് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ വിജയിക്കുന്നതിന് വേണ്ടി ഏത് തുറുപ്പ് ചീട്ടും ഉപയോഗിക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ആണ് ഈ ഒരു വർഗീയ വേർതിരിവ് അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് എത്രത്തോളം ദോഷകരമായി ഭാവിയിൽ ഉണ്ടാവും അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന് അത് എത്രത്തോളം ദോഷമായിരിക്കും
ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് മുതിർന്ന നേതാക്കൾ, അതാത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട മുതിർന്ന നേതാക്കൾ പോലും ചിന്തിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ജയിക്കുക, വോട്ടുകൾ കൂടുതൽ സമ്പാദിക്കുക, അതിന് വേണ്ടുന്ന വില കുറഞ്ഞ പ്രവർത്തനങ്ങളാണ് ഇന്ന് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നടന്നു വരുന്നത്. അത് തുടർന്ന് അങ്ങോട്ടുള്ള അല്ലെങ്കിൽ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ ഇതാണ് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ അന്തസ്സ്, കേരളത്തിന്റെ തനതായ സംസ്കാരം, കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനം എത്രത്തോളം തരംതാണു പോയി എന്ന് വിലയിരുത്തുന്നത് ഈ അവസരത്തിൽ നല്ലതായിരിക്കും. അത് എല്ലാ വിഭാഗം ആൾക്കാരും, പ്രത്യേകിച്ചും തലമുതിർന്ന രാഷ്ട്രീയ നേതാക്കള്, സംസ്കാര സമ്പന്നര്, എഴുത്തുകാര്, പത്രപ്രവർത്തകര്, സാംസ്കാരിക നായകന്മാര്, അതുപോലുള്ള ബുദ്ധിജീവികളെല്ലാം ഇത് കാര്യക്ഷമമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നിർത്തുന്നു.